प्रश्नपत्र 5 पेज नंबर 65 65 അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 21 ആലോചന എന്നുള്ളൊരു ഭാഗമാണ്. ആലോചന മഹത്വം. ആലോചന എന്ന് പറഞ്ഞാൽ നിരൂപണം. ആലോചകൻ എന്ന് പറഞ്ഞാൽ നിരൂപണം ചെയ്യുന്ന വ്യക്തി. आलोचना का महत्व स्पष्ट करते हुए आलोचक के गुण और आलोचना के स्वरूप पर प्रकाश डालिए. ആലോചന എന്നാൽ എന്താണ്, അതിൻ്റെ മഹത്വം വ്യക്തമാക്കിക്കൊണ്ട്, ആലോചനയുടെ പ്രാധാന്യം വ്യക്തമാക്കിക്കൊണ്ട് ആലോചകക്ക് ഗുണം, ഒരു നിരൂപകന് വേണ്ട, ഒരു വിമർശകന് വേണ്ട ഗുണം, പിന്നെ നിരൂപണത്തിൻ്റെ സ്ട്രക്ചർ, ഇതിനെപ്പറ്റി പ്രതിപാദിക്കുക എന്നാണ്. ആലോചന और आलोचक अपने आज के प्रचलित अर्थ में ആധുനിക ശബ്ദ. നിരൂപണം, വിമർശനം എന്നൊക്കെ പറയുന്ന, അതുപോലെ ആലോചക് എന്നൊക്കെ പറയുന്ന വാക്ക് ആധുനിക വാക്കാണ്. അത് പണ്ട് കാലഘട്ടത്തിലൊന്നും അങ്ങനെ നിരൂപകൻ, വിമർശകൻ എന്നുള്ള വാക്കൊന്നും പണ്ട് സാഹിത്യത്തിൽ അധികം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വാക്കാണ് ഈ ആലോചന, ആലോചക് എന്നൊക്കെ പറയുന്നത്. किसी वस्तु या विषय की उसके लक्ष्य को ध्यान में रखते हुए उसके गुणदोषों एवं उपयुक्तता का विवेचन करने वाली സാഹിത്യिक विधा ആലോചന है. എന്താണ് ആലോചന? ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റിയോ അതിൻ്റെ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ഗുണദോഷങ്ങളെ, അതിൻ്റെ ഉപയുക്തതയെയും ഗുണദോഷങ്ങളെയും ആ ലക്ഷ്യം ആ കൃതിയിൽ എന്തുമാത്രം യോജിച്ചിരിക്കുന്നു, ഇതിനെ പ്രതിപാദിക്കുന്ന സാഹിത്യ ശാഖയാണ് നിരൂപണം എന്ന് പറയുന്നത്. दूसरे शब्दों में कहें तो किसी व्यक्ति, वस्तु या कृति के नकारात्मक या सकारात्मक गुणदोषों के बारे में निर्णय का നിർമ്മാൺ ഹേ ആലോചന. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ കൃതിയുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഗുണദോഷങ്ങളെ പറ്റി നിർണയിച്ച് ആ നിർണയത്തിലൂടെ കിട്ടുന്ന പ്രോഡക്റ്റാണ് ആലോചന എന്ന് പറയുക. ആലോചക കിസി കൃതി കെ നകാരാത്മക യാ സകാരാത്മക ഗുണദോഷവും पर अपनी विवेचना का निर्माण करता है. ഒരു നിരൂപകൻ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും കൃതിയുടെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഗുണദോഷങ്ങളിൽ തൻ്റെ വിവേചനം, തനിക്ക് തൻ്റെ അഭിപ്രായങ്ങൾ വിശദീകരിക്കും. ആ വിശദീകരണത്തിൻ്റെ പ്രോഡക്റ്റാണ് എന്താണ് ആലോചന എന്ന് പറയുക. അല്ലെങ്കിൽ ആ വിമർശനത്തിൻ്റെ വിശകലനത്തിൻ്റെ നിർമ്മാണത്തെയാണ് എന്ന് പറയുക ആലോചക് എന്നൊക്കെ പറയുക. वह वास्तव में ग्रंथकर्ता और पाठक के बीच मध्यस्थ का काम करता है. അയാൾ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ആലോചന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഗ്രന്ഥകർത്താവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ കൃതി എഴുതിയ ആളും പാഠകക്കെ ബീച്ച്, വായനക്കാരനും ഇടയിൽ. കാരണം ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുന്നു? അത് പാഠകരുടെ മുന്നിൽ, വായനക്കാരുടെ മുന്നിലാണത് വയ്ക്കുന്നത്. അപ്പോൾ ഗ്രന്ഥകർത്താവും വായനക്കാർക്കും ഇടയിൽ മധ്യസ്ഥൻ്റെ ജോലിയാണ് ചെയ്യുന്നത്. ഉൻ ദോനോ കെ പ്രതി ഉത്തരവാദിത്വ രേത്താ ഹെ. അപ്പം ഗ്രന്ഥകർത്താവിനോടും അതുപോലെ വായനക്കാരോടും ഉത്തരവാദിത്വമുള്ള ആളാണ്, ഒരു പ്രതിബദ്ധതയുള്ള ആളാണ് ഒരു യഥാർത്ഥത്തിൽ ആലോചക്. ആലോചക ഉത്തരവാദിത്വ തിഹരാ ഹെ. ഒരു നിരൂപകൻ്റെ ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി 3 എണ്ണമാണ്. ഏക്ക് കവി യാ ലേഖകക്കെ പ്രതി. ഒന്ന് കവിയോടോ അല്ലെങ്കിൽ ലേഖകനോടോ ഉള്ള പ്രതിബദ്ധത അല്ലെങ്കിൽ ഉത്തരവാദിത്വം. ദൂസരെ കൃതി കെ പ്രതി. രണ്ടാമത്തത് അയാൾക്ക് കൃതിയോടൊരു ഉത്തരവാദിത്വം വേണം. തീസരെ സമാജ് കെ പ്രതി. മൂന്നാമത്തത് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. ലേഖകനോട് ഉള്ള ഉത്തരവാദിത്വം, കൃതിയോടുള്ള ഉത്തരവാദിത്വം, പിന്നെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം. कवि और लेखक का वो प्रेरक
और മാർഗദർശക് ഹെ, കവിയുടെയോ ലേഖകൻ്റെയോ പ്രേരക് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുന്ന, കവിയെയും ലേഖകനെയൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു മാർഗദർശകനാണ് ആര്, ഒരു നിരൂപകൻ എന്നുള്ളത്. കവിക്ക് ലേഖകന് ഒക്കെ എന്ത് ചെയ്യും, ഒരു മാർഗദർശനം കൊടുക്കുന്ന ആളാണ് ആലോചക്. കൃതി കെ ഗുണോं का विज्ञापन और दोषों का विवेचन और दिग्दर्शन करा के उसका महत्व प्रकट करना आलोचक का प्रमुख कार्य है. കൃതിയുടെ ഗുണങ്ങളെപ്പറ്റി പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നല്ല കൃതിയാണ് എന്ന് പറയുന്ന ആരാ, എന്ന് പരസ്യപ്പെടുത്തുന്ന ആരാണ്, ഒരു നിരൂപകനാണ്. നിരൂപകൻ്റെ അഭിപ്രായ പ്രകാരമാണ് ഒരു കാവ്യത്തിന് ഉയർച്ചയും താഴ്ചയും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു കാവ്യത്തിന് പ്രശസ്തിയും പ്രശസ്തി ഇല്ലാത്തതും ആകുന്നത് എന്തുകൊണ്ടാണ്, ഒരു നിരൂപകൻ്റെ വിലയിരുത്തൽ കൊണ്ടാണ്. അപ്പം കൃതിയുടെ ഗുണങ്ങളുടെ പരസ്യവും അതുപോലെ ദോഷങ്ങളുടെ വിവേചനവും ആ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാട്ടിക്കൊടുക്കുക, അതാണ് ദിഗ്ദർശൻ കരാക്കെ. ദോഷങ്ങളൊക്കെ, കുറ്റങ്ങളൊക്കെ എന്താണ് എന്നുള്ള കൃതിയിൽ കാണുന്ന കുറ്റങ്ങളെ ഡയറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തിട്ട് ഉസ്കാ മഹത്വ പ്രകടന, ആ കൃതിയുടെ മഹത്വത്തെ അല്ലെങ്കിൽ ആ തെറ്റുകുറ്റങ്ങൾ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിലുള്ള ആ മഹത്വത്തെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ആലോചകൻ്റെ, ഒരു നിരൂപകൻ്റെ പ്രധാനപ്പെട്ട പ്രവൃത്തി. समाज को कृति और कवि के संबंध में वास्तविक ज्ञान कराना, संस्कृतियों के पठन की प्रेरणा जागृत करना और उनके लेखकों के प्रति सम्मान भाव जगाना उसका सर्वप्रथम उत्तरदायित्व है. സമൂഹത്തോട്, സമാജക്കോ, സമൂഹത്തിൻ്റെ നേർക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കൃതിയും അതുപോലെ കൃതിയെ സംബന്ധിച്ചും കവിയെ സംബന്ധിച്ചുമുള്ള യഥാർത്ഥ ജ്ഞാനം പകർന്നു കൊടുക്കുക, ആ കൃതിയുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. സംസ്കൃതിയും കെ പഠൻ കി പ്രേരണ ജാഗ്രത കന്ന, സംസ്കാരങ്ങളെ പറ്റിയുള്ള പഠനം അല്ലെങ്കിൽ സംസ്കാരത്തെ പഠിക്കാൻ വേണ്ടിയുള്ള പ്രേരണ ഉണർത്തുക. പിന്നെ ഉൻകെ ലേഖകവും കെ പ്രതി സമ്മാൻ ഭാവ് ജഗാന, ആ കൃതികളൊക്കെ എഴുതിയിട്ടുള്ള ലേഖകരോട് എന്താണ്, ഒരു റെസ്പെക്റ്റ് ഭാവം ഉണർത്തുക. ഇതൊക്കെയാണ് ഒരു നിരൂപകൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. ആലോചക के गुण. सबसे पहले आलोचक के लिए आवश्यक गुण है സഹൃദയത. അയാൾക്ക് ഒരു ആസ്വാദനത്തിനുള്ള കഴിവുള്ളൊരു വ്യക്തി ആയിരിക്കണം, സഹൃദയത്വം ഉള്ള ആളായിരിക്കണം. ഒരാലോചകൻ്റെ ആദ്യത്തെ ഗുണം അതാണ്. സഹൃദയത നിഷേധാത്മക യാ യോഗാത്മക ദോനോ ഹി രൂപവും ആവശ്യക ഹെ. ആ സഹൃദയത്വം ചിലപ്പോൾ നെഗറ്റീവ് ആവാം, പിന്നെ അതുപോലെ പോസിറ്റീവ്, ഈ രണ്ട് രൂപത്തിലും ആവശ്യമാണ്. ദ്വേഷ്, ഈർഷ്യ ആദീസെ ഉസേ രഹിത് ഹോന ചാഹി. ഒരു കൃതി വായിച്ച ഉടനെ തന്നെ അയാൾക്ക് ആ കൃതി എഴുതിയ വ്യക്തിയോടുള്ള ഒരു വിദ്വേഷം നേരത്തെ ഉണ്ടെങ്കിൽ ആ വിദ്വേഷമോ അസൂയയോ ഒന്നും അയാൾക്കുണ്ടാവാൻ പാടില്ല. പിന്നെ ആളെഴുതിയ കൃതിയാണെന്ന് പറയുമ്പോൾ അയാളുടെ കയ്യിലാണ് അത് നിരൂപണത്തിന് കിട്ടിയാൽ നേരത്തെ തന്നെ ആ വ്യക്തിയോടൊരു അകൽച്ചയുണ്ടെങ്കിൽ, ഒരു വിദ്വേഷം ഉണ്ടെങ്കിൽ, അതുപോലെ ആ വ്യക്തിയോടൊരു അസൂയാഭാവം ഉണ്ടെങ്കിൽ ഇത് രണ്ടും നിരൂപണത്തിൽ കാണിക്കാൻ പാടില്ല. ആലോചക ദൂസര ഗുണഹെ വിസ്തൃത ജ്ഞാൻ. ഒരു നിരൂപകന് ആവശ്യമായിട്ടുള്ള മറ്റൊരു ഗുണമാണ് വിശാലമായിട്ടുള്ള അറിവ് വേണം അയാൾക്ക്, എല്ലാത്തിനെ പറ്റിയുള്ളൊരു അറിവ് വേണം. यदि आलोचक को आलोच्य विषय तथा लोक तथा शास्त्र का व्यापक एवं सूक्ष्म ज्ञान न होगा, ഒരു ആലോചകന് ഏതൊരു വിഷയത്തെ പറ്റിയാണോ നിരൂപണം ചെയ്യേണ്ടത്, അതുപോലെ ലോക് और शास्त्र का व्यापक ज्ञान, അതിനെപ്പറ്റി അറിവുണ്ടാവണം, ലോകത്തെ പറ്റി അറിവുണ്ടാകണം, ശാസ്ത്രത്തെ പറ്റിയുള്ള വ്യാപകവും സൂക്ഷ്മവുമായിട്ടുള്ള അറിവ് അയാൾക്കുണ്ടാവണം. ആ അറിവില്ല എങ്കിൽ കൃതിയെപ്പറ്റി മാത്രമുള്ള അറിവ് പോരാ, മറ്റു പല കാര്യങ്ങളും അയാൾക്ക് അറിവുണ്ടാകണം. അതില്ല എങ്കിൽ തോ വഹ് വർണ്ണവിഷയ്ക്ക് ബാരീക്കിയോങ്കോ സമച്ചിക്ക് ഇന്ന പായക, അയാൾക്ക് ആ വർണ്ണവിഷയത്തിലുള്ള ഏത് സബ്ജക്റ്റിനെ പറ്റിയാണോ വർണ്ണിക്കുന്നത് ആ വിഷയത്തെ പറ്റിയുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിഹാസ്, ദർശൻ, കാവ്യശാസ്ത്ര, സമാജശാസ്ത്ര
ആദി കാ ഗഹര ഗ്യാൻ ഏക് ആലോചകോ ഹോന ചാഹി. ചരിത്രത്തെപ്പറ്റിയും ഫിലോസഫിയെപ്പറ്റിയും കാവ്യശാസ്ത്രത്തെപ്പറ്റിയും അതുപോലെ സാമൂഹ്യശാസ്ത്രത്തെ പറ്റിയും ഒക്കെയുള്ള ഡീപ്പായിട്ടുള്ള അറിവ്, നല്ല തറവായിട്ടുള്ള അറിവ് ഒരു നിരൂപകന് ആവശ്യമാണ്. അടുത്ത ആലോചക കാ തീസര മഹത്വപൂർണ്ണ ഗുണഹെ നിഷ്പക്ഷത. അതാണ് ഒരു നിരൂപകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. എന്താണ്? നിഷ്പക്ഷത. ആ കൃതിയോടും കൃതികാരനോടും ലേഖകനോടും ഒരു നിഷ്പക്ഷത കാണിക്കണം. ഒരു പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. അതാണ് നിഷ്പക്ഷത. സഹൃദയത കെ സാത്ത് നിഷ്പക്ഷത കെ മേൽ കെ ബിന ആലോചക കിസി കൃതി കി ആലോചന മേ ന്യായ് നഹി കർ സക്ത. അയാൾക്ക് ആ നേരത്തെ പറഞ്ഞ സഹൃദയത്വം, ആസ്വാദന ശേഷിയും അതുപോലെ നിഷ്പക്ഷതയും ഇവ രണ്ടും കൂടി ചേരാതെ ഒരു ആലോചകന് ഏതെങ്കിലും കൃതിയുടെ ആലോചന ന്യായത്തോടു കൂടി കൃത്യമായിട്ട് ചെയ്യാൻ അയാൾക്ക് സാധിക്കില്ല. इसके अतिरिक्त आलोचक को व्यक्तिगत कृतियों की आलोचना के साथ साथ समय समय पर सामूहिक रूप से साहित्य को प्रेरित करने वाले विचार प्रकट करने चाहिए. അപ്പോൾ ഇതിന് പുറമേ ഒരു ആലോചകൻ എന്ത് ചെയ്യണം? വ്യക്തിഗത കൃതിയോങ്കി ആലോചനക്കെ സാത്ത് അയാളുടെ പിന്നെ കൃതികളെ ആലോചന നടത്തുന്നതോടൊപ്പം വ്യക്തിപരമായിട്ടുള്ള കൃതികളെ ആലോചന നിരൂപണം നടത്തുന്നതിനോടൊപ്പം തന്നെ സമയപർ കാലാകാലങ്ങളിൽ സാമൂഹിക രൂപസെ കോമണായിട്ട് സാഹിത്യക്കോ പ്രേരിത കന്നേവാലെ സാഹിത്യത്തെ പ്രേരിപ്പിക്കുന്ന ആശയങ്ങൾ അയാൾ പ്രകടിപ്പിക്കുക തന്നെ വേണം. ആ കൃതിയെ വിലയിരുത്തുന്നതോടൊപ്പം സാമൂഹികവുമായിട്ട് ബന്ധപ്പെട്ട പല മറ്റ് സാഹിത്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വായിച്ചു നോക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അങ്ങനെ തൻ്റെ അഭിപ്രായത്തെ പ്രകടിപ്പിക്കുകയൊക്കെ വേണം. ഏക ആലോചകയിലെ ഇപ്പോൾ അയാൾക്ക് വേണമെങ്കിൽ പറയാം ഇന്ന ബുക്കൊന്ന് വായിച്ചു നോക്കൂ, അതിലെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റും. ഏക ആലോചകയിലെ ആവശ്യക്ക് സാമാജിക ഉദാത്ത കലാത്മക ദൃഷ്ടി സേ ഭി സംവേദന രഖ്നെ വാല ഗുൺ ഹെ. അപ്പം ഇത് ഒരു നിരൂപകനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ള സാമാജികവും ഉദാത്തവും കലാത്മകവുമായിട്ടുള്ള ദൃഷ്ടിയെക്കാളും അല്ലെങ്കിൽ ദൃഷ്ടിയോട് കൂടിയ ഒരു സംവേദന വച്ചു പുലർത്തുന്ന ഗുണമാണ് എന്ന് പറഞ്ഞാൽ ഇത് അയാൾക്ക് അനിവാര്യമായിട്ടുള്ളൊരു ഗുണമാണ്. സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം, ശ്രേഷ്ഠത, കലാപരമായിട്ടുള്ള കാഴ്ചപ്പാട്, ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്ന അതിനോടൊക്കെ ഒരു പോസിറ്റീവായിട്ട് ഒരു സെൻസിറ്റീവായിട്ട് കാണുന്ന ഒരു ഗുണമാണ്. ഉപയുക്ത സഭി ഗുണോം സേ സമ്പന്ന ഹോക്കർ ഹി ആലോചക് അപ്പനെ ത്രിമുഖി ഉത്തരദായിത്വ കോ നിഭാ സക്താ ഹെ. മുകളിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളെയും ഒത്തുചേർന്നാൽ മാത്രമേ ഒരു ആലോചകന് തൻ്റെ 3 തലത്തിലുള്ള ഉത്തരവാദിത്വത്തെ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. 3 തലത്തിലുള്ള ഉത്തരവാദിത്വം: കൃതിയോട്, കൃതികാരനോട്, സമൂഹത്തോട്. അതാണ് ത്രിമുഖി ഉത്തരദായിത്വം. അത് അയാൾക്ക് നിർവഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ഒരു 5 മാർക്കിന് ആലോചക ഗുണം എന്ന് ചോദിച്ചാൽ അത് ഇവിടെ മുതൽ എഴുതിയാൽ മതി. ആലോചക ഗുണം എന്നുള്ള ഭാഗം മുതൽ ഇതുവരെ അങ്ങോട്ട് എഴുതിയാൽ മതി കേട്ടോ. ശരി. എസ്സേയായിട്ട് ചോദിക്കുമ്പോൾ അതിൻ്റെ മുകളിലത്തൊക്കെ എഴുതാൻ പാടുള്ളൂ, എഴുതിയിട്ട് കാര്യമുള്ളൂ. ആലോചനാക്ക സ്വരൂപ്. ഇനി ആലോചനയുടെ സ്ട്രക്ചർ എന്താണ്? ആലോചനാക്കെ സംബന്ധമേ ഭ്രാന്തിപൂർണ്ണ ധാരണയെ പ്രചലിത. നിരൂപണത്തെ സംബന്ധിച്ച് തെറ്റായിട്ടുള്ള ചില ധാരണകൾ നിലവിലുണ്ട്. और कुछ लोग रचनात्मक साहित्य के अतिरिक्त अन्य समस्त काव्य से संबंधित साहित्य आलोचना की परिधि में सम्मिलित कर देते हैं. ഇപ്പോൾ ചില സാഹിത്യകാരന്മാർ, ചില നിരൂപകരെത്തി ചില ആൾക്കാർ രചനാത്മക സാഹിത്യಕ್ಕೆ അതിരിക്ത് എന്ന് പറയുമ്പം സൃഷ്ടിപരമായിട്ടുള്ള സാഹിത്യത്തിന് പുറമെ അന്യ സമസ്ത കാവ്യസെ സംബന്ധിത സാഹിത്യം, മറ്റ് എല്ലാ കാവ്യവുമായിട്ട് ബന്ധപ്പെട്ട സാഹിത്യം ആലോചനാക്കി പരിധിമേ സമ്മിളിത കർദേത്തെ നിരൂപണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നു. മനസ്സിലായില്ലേ? അതായത് ഒരാൾ എഴുതിയ കൃതി, ഇപ്പോൾ ഒരു നോവൽ എഴുതിയ ആൾ നോവലിസ്റ്റിനെ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ ആ നോവല് അറിയാവുന്നുള്ള ആളായിരിക്കണം. നോവലിനെ പറ്റി നല്ല തിട്ടം ഉണ്ടാവണം. അപ്പോൾ അയാളുടെ കയ്യിൽ കാവ്യത്തെ മറ്റുള്ള കാവ്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്താൽ, ചിലപ്പോൾ അയാൾ അല്ലെങ്കിൽ കവിത ഏൽപ്പിച്ചു കൊടുത്താൽ
ഒരുപക്ഷെ അയാൾക്ക് നിരൂപണം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അനുസന്ധാൻ और ആലോചന. ആലോചന പല ടൈപ്പുണ്ട്. അതിൽ എന്താണ് അനുസന്ധാൻ और ആലോചന, ഗവേഷണവും നിരൂപണവും. ഗവേഷണം, റിസർച്ചും ക്രിटिसिസവും. अनुसंधान का प्रमुख कार्य अज्ञात तथ्यों की खोज अथवा ज्ञात तथ्यों की नवीन व्याख्या है. അനുസന്ധാൻ എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അജ്ഞാതമായിട്ടുള്ള വസ്തുതകളെ തിരഞ്ഞ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അറിവുള്ള യാഥാർത്ഥ്യങ്ങളെ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുക. നമുക്ക് അറിവുള്ള കാര്യമായിരിക്കും, പക്ഷെ അതിന് പുതിയ വ്യാഖ്യാനം കൊടുക്കുക. ഇതൊക്കെയാണ് അനുസന്ധാൻ്റെ प्रधान जोली. आलोचना अनुसंधान तभी हो सकती है जब उसमें आद्यंत नवीन और अब तक अज्ञात दृष्टिकोण की खोज से संबंधित व्याख्या विद्यमान हो. ആലോചന, അനുസന്ധാൻ, നിരൂപണവും അതുപോലെ എന്താണ് ഈ ഗവേഷണവും. നിരൂപണത്തിൻ്റെ ഗവേഷണം അപ്പോഴേ നടക്കുള്ളൂ. എപ്പോഴാണ്? ജബ് ഉസ്മേ ആദ്യന്ത്, ആ കൃതിയിലെ ആദ്യന്തം, തുടക്കം മുതൽ അവസാനം വരെ, നവീൻ और പുതിയതും, अब तक അജ്ഞാത ദൃഷ്ടികോണിക്ക് ഖോജ് സെ സംബന്ധിത്, ഇതുവരെയും അജ്ഞാതമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യാഖ്യാനം അതിൽ ഉണ്ടായിരിക്കണം. ആദ്യം മുതൽ, ആ കൃതിയിൽ ആദ്യം മുതൽ നവീനവും ഇതുവരെ അജ്ഞാതമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളെ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനം അതിലുണ്ടാകണം. എങ്കിൽ മാത്രമേ ആലോചന, അനുസന്ധാൻ നടക്കുകയുള്ളൂ. നവീൻ, സുന്ദർ, മൗലിക് വിശേഷതായും ആദി के आधार पर അനുസന്ധാൻ നിശ്ചിത് होता है. പുതുമ, അതുപോലെ സൗന്ദര്യം, മൗലിക വിശേഷത, ആ കൃതിയുടെ ഒറിജിനലായിട്ടുള്ള പ്രത്യേകതകൾ, ആദിക്ക് ആധാർ പർ, ഇവയെ ആസ്പദമാക്കിയിട്ടാണ് അനുസന്ധാൻ നിശ്ചിത് ഹോത്താ ഹെ, അവിടെ ഗവേഷണം നിശ്ചയിക്കപ്പെടുന്നത്. അടുത്ത സാഹിത്യക് ഇതിഹാസ് और ആലോചന. സാഹിത്യ ചരിത്രവും നിരൂപണവും. ഇതിഹാസ് और ആലോചന की प्रक्रियाओं में ഭിന്നത है. ഹിസ്റ്ററിയും ക്രിട്ടിസിസവും, ഈ രണ്ടിൻ്റെയും പ്രോസസ്സ് വ്യത്യസ്തമാണ്. രണ്ടും ഒരുപോലെയല്ല കൈകാര്യം ചെയ്യുക. इतिहास का प्रमुख ध्येय कालक्रम में लेखक और कृति की व्यवस्था और उसका स्थूल परिचय है. ചരിത്രം അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യം എന്താണ്? കാലക്രമത്തിൽ ലേഖകനും അതുപോലെ കൃതിയുടെയും വ്യവസ്ഥ, അതിൻ്റെ ചിട്ടകളും, അതുപോലെ ഉസ്കാ സ്ഥൂൽ, അതിനെപ്പറ്റിയുള്ള വിശാലമായിട്ടുള്ള പ്രതിപാദനവും. ऐतिहासिक आलोचना इतिहास की पृष्ठभूमि तैयार करती है पर वह इतिहास नहीं है. ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഹിസ്റ്ററിയുടെ പശ്ചാത്തലത്തിൽ തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ പശ്ചാത്തലമാണ് തയ്യാറാക്കുന്നത്, പക്ഷെ അതിനെ നമുക്ക് ചരിത്രം എന്ന് പറയാനും പറ്റില്ല. അടുത്ത കാവ്യശാസ്ത്ര और ആലോചന. काव्यशास्त्र और काव्य सिद्धांतों को कुछ लोगों ने आलोचना का एक रूप माना है. കാവ്യശാസ്ത്രം, കാവ്യസിദ്ധാന്തം, ഇതിനെയൊക്കെ ചില വ്യക്തികൾ നിരൂപണത്തിൻ്റെ ഒരു ശാഖയായിട്ട്, ഒരു രൂപമായിട്ട് കണക്കാക്കുന്നു. ഇത് രണ്ടും ആലോചനയുടെ പരിധിയിൽ വരുന്നതാണ് എന്ന് ചില ആൾക്കാർ കണക്കാക്കുന്നു. പരന്തു ദോനോമേ അന്തർ ഹെ, പക്ഷേ കാവ്യശാസ്ത്രം, കാവ്യസിദ്ധാന്തവും ആലോചനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആലോചന നിരാകാർ നിയമവും और സിദ്ധാന്തോ की खोज नहीं करती. നിരൂപണം എന്ന് പറയുന്നത് ആകൃതിയില്ലാത്ത, രൂപമില്ലാത്ത നിയമങ്ങളെയും അതുപോലെ സിദ്ധാന്തങ്ങളെയും തിരഞ്ഞ് കണ്ടുപിടിക്കുക മാത്രമല്ല, വരൻ കവിക്ക് കൃതിക്ക് വ്യാഖ്യാക്ക മൂല്യാങ്കൻ കർത്തി ഹെ, കവിയുടെ കൃതിയുടെ വ്യാഖ്യാനത്തെ എന്ത് ചെയ്യുന്നു? വിലയിരുത്തലും കൂടി നടത്തുന്നു. इस प्रकार आलोचना का अपना निजी कार्यक्षेत्र उपयुक्त अन्य अध्ययनों से भिन्न और विशिष्ट रूप एवं महत्ता रखता है. പ്രകാരം
നിരൂപണത്തിൻ്റെ പ്രവർത്തന മണ്ഡലം, നിരൂപണത്തിന് അതിൻ്റേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു പ്രവർത്തന മണ്ഡലമുണ്ട്. അത് മുകളിൽ പറഞ്ഞ മറ്റ് പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തവും അതുപോലെ വിശിഷ്ട രൂപവും അതിന് മഹത്വവും ഉണ്ട് എന്നാണ്. മറ്റുള്ള എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠനമാണ് ഏത് ആലോചന എന്ന് പറയുന്നത്. ഇനി ആലോചന കെ കാര്യ പർ പ്രകാശ് ഡാലി, അതിന് ഫസ്റ്റ് പാർട്ട് ഓഫ് എസ്സേ എഴുതണം കേട്ടോ, തൊട്ട് മുകളിലത്തെ ഈ ഫസ്റ്റ് പാരഗ്രാഫ് അങ്ങോട്ട് എഴുതുക. ഇതാണ് ആദ്യം കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നേരെ ഇതിലോട്ട് ഈ ആൻസറിലോട്ട് വന്നാൽ മതി. ആലോചന का कार्य കവി और उसकी कृति का യഥാർത്ഥ മൂല്യ പ്രകട് करना है. ആലോചന നിരൂപണത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്താണ്? കവിയുടെയോ അയാളുടെ കൃതിയുടെയോ യഥാർത്ഥ മൂല്യത്തെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അയാളുടെ കൃതിയുടെ യഥാർത്ഥ വിലയിരുത്തലാണ്, ഇവാലുവേഷനാണ് ഏത് ആലോചന എന്ന് പറയുക. इसके लिए कृति में व्याप्त गुणों का उद्घाटन और दोषों का विवेचन आलोचना का कार्य है. അതിനുവേണ്ടി എന്ത് ചെയ്യണം? കൃതിയിൽ വ്യാപിച്ചിരിക്കുന്ന ഗുണങ്ങൾ അത് കൊണ്ടുവരണം, അത് പുറത്തേക്ക് പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ പുറത്തേക്ക് കൊണ്ടുവരണം. അതുപോലെ ദോഷങ്ങളെ പറ്റി വിവേചനം നടത്തണം. ഇതൊക്കെയാണ് നിരൂപണത്തിൻ്റെ കാര്യം, നിരൂപണത്തിൻ്റെ പ്രവർത്തനങ്ങൾ. इसके अतिरिक्त उसका समाज में और अन्य कलाकृतियों के बीच के स्थान और महत्व को स्पष्ट करना भी ആലോചന का कार्य है. ഇതിനു പുറമെ उसका समाज में സമൂഹത്തിലും और अन्य कलाकृतियों के बीच के स्थान, മറ്റ് കലാകൃതികൾക്കിടയിലുള്ള സ്ഥാനവും അതുപോലെ മഹത്വത്തെയും വ്യക്തമാക്കുക എന്നുള്ളതും. അതായത് ഒരു കൃതിക്ക് മറ്റ് കലാകൃതികൾക്കിടയിൽ എന്തുമാത്രം സ്ഥാനവും മഹത്വവും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആലോചനയുടെ അല്ലെങ്കിൽ നിരൂപണത്തിൻ്റെ പ്രവർത്തന മണ്ഡലം എന്നാണ്. കലാത്മക ഉത്കൃഷ്ടത കാ പൂർണ്ണ പ്രകാശൻ ആലോചന കാ ശ്രേയ് കാര്യ ഹോത്ത ഹെ. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? ആ കൃതിക്ക് കലാത്മകമായിട്ടുള്ള മൂല്യം എത്രത്തോളം ഉണ്ട്, കലാത്മകമായിട്ടുള്ള ശ്രേഷ്ഠത, മഹത്വം എത്രത്തോളം ഉണ്ട്, അതിനെ പൂർണ്ണമായിട്ടും വെളിവാക്കുക എന്നുള്ളത് ആണ് ഒരു നിരൂപണത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. इसके अतिरिक्त कवि प्रतिभा की विशेषताओं का पूर्ण उद्घाटन भी उसी का कार्य है. അതുപോലെ അത് എഴുതുന്ന കവിയുടെ പ്രതിഭ, ആ കവിയുടെ പ്രതിഭ ഉണ്ടല്ലോ, അയാൾക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയുടെ പൂർണ്ണമായിട്ടുള്ള ആ പ്രത്യേകതകളെ പൂർണ്ണമായിട്ടും വായനക്കാരുടെ മുന്നിൽ പ്രകടിപ്പിക്കുക അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ആലോചകൻ്റെ പ്രവൃത്തിയാണ്. कलाकृति के द्वारा कवि की मनस्थिति पर प्रकाश डालना और वैयक्तिक, पारिवारिक, सामाजिक और गुण की परिस्थितियों के प्रभाव को, युग की परिस्थितियों के प्रभाव को स्पष्ट करना भी आलोचना का कार्य है. कलाकृति मुखेന കവിയുടെ മനസ്ഥിതിയെപ്പറ്റി വിശകലനം ചെയ്യുക, അതുപോലെ വ്യക്തിപരമായിട്ടുള്ളതും കുടുംബപരമായിട്ടുള്ളതും അതുപോലെ സാമൂഹികമായിട്ടുള്ളതും അതുപോലെ ആ കാലഘട്ടത്തിൻ്റെ ചുറ്റുപാടുകൾക്ക് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ചുറ്റുപാടുകളുടെയും പ്രഭാവത്തെ, സ്വാധീനത്തെ വ്യക്തമാക്കുകയും ആലോചനയുടെ പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ആലോചനയുടെ പ്രവർത്തന മണ്ഡലമാണ്. ആലോചന കെ കാര്യക്ക് ദോ പ്രധാൻ പക്ഷ് ഹെ. നിരൂപണത്തിന് രണ്ട് പ്രധാനപ്പെട്ട വശങ്ങളുണ്ട്. ഏക് തോ കവിയ കലാകാർ കി കൃതി കി പൂർണ്ണ വ്യാഖ്യാക്ക. ഒന്ന് കവിയുടെയോ അല്ലെങ്കിൽ കലാകാരൻ്റെ, കലാകാരൻ എന്ന് പറഞ്ഞാൽ ആർട്ട്, അവിടെ ആർട്ട് എന്നുള്ള ആർട്ടിസ്റ്റ് എന്നുള്ള അർത്ഥത്തിൽ പറയേണ്ട, എഴുതുന്ന ആളെന്നുള്ള അർത്ഥത്തിൽ മതി കേട്ടോ. നമ്മൾ വേറൊരു ചാപ്റ്ററിൽ കല എന്ന് പറഞ്ഞാൽ കാവ്യം എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട്. കവി അല്ലെങ്കിൽ ആ കാവ്യം എഴുതുന്ന ആൾ, അയാളുടെ കൃതിയുടെ പൂർണ്ണമായിട്ടുള്ള വ്യാഖ്യാനത്തെ വ്യാഖ്യാനിക്കുക എന്നുള്ള ആ ഒരു വശം. ദൂസര മറുവശം എന്താണ്? ഉസ്കെ മഹത്വ അവർ മൂല്യ നിരൂപൺ ക. അതിൻ്റെ മഹത്വം, ആ കൃതിയുടെ മഹത്വം എന്താണ്, അതിൻ്റെ മൂല്യം എന്താണ്, ഇതിനെ പ്രതിപാദിക്കുക. യദി ആലോചക അപ്പനെ ഉത്തരദായിത്വക്കെ പ്രതി ജാഗരൂക് ഹേത്തോ. ഒരു നിരൂപകൻ തൻ്റെ ഉത്തരദായിത്വക്കെ പ്രതി, ഉത്തരവാദിത്വത്തിനോട്
ജാഗരൂകനാണെങ്കിൽ വഹ് ദോനോം കീ പക്ഷോം കെ കാര്യ കാ നിർവാഹ് കർ സക്താ ഹെ. ആ ഒരു നിരൂപകന് തൻ്റെ ഉത്തരവാദിത്വത്തോട് ജാഗ്രതയുള്ളവനാണെങ്കിൽ, അയാൾ തനിക്ക് ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നുള്ള ബോധം അയാൾക്കുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു, ആ കൃതിയെപ്പറ്റിയും അതിൻ്റെ മഹത്വത്തെപ്പറ്റി ഈ രണ്ട് പക്ഷങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളും അയാൾക്ക് നിർവഹിക്കാൻ സാധിക്കും. ആലോചന കാ ക്ഷേത്രത്തോ ഇത്തന വ്യാപക ഹെ. ആലോചനാ മേഖല വളരെ വ്യാപകമാണ്. कि व्यक्तिगत प्रभावों से लेकर तटस्थ रूप से सिद्धांतों का स्पष्टीकरण भी इसी की सीमा में आ जाता है. ആലോചനയുടെ മേഖല എത്രത്തോളം വ്യാപകമാണെന്ന് പറഞ്ഞു, എത്രത്തോളം വ്യക്തിപരമായിട്ടുള്ള സ്വാധീനത്തിൽ നിന്ന് നിഷ്പക്ഷ രൂപത്തിൽ സിദ്ധാന്തങ്ങളെ എന്ത് ചെയ്യണം, സ്പഷ്ടീകരൺ എന്ന് പറഞ്ഞാൽ സിദ്ധാന്തങ്ങളെ എന്ത് ചെയ്യണം, വ്യക്തമാക്കി കൊടുക്കുക. അതൊക്കെ ഈ ആലോചനയുടെ അല്ലെങ്കിൽ ആലോചകൻ്റെ പരിധിക്കുള്ളിൽ വരുന്നതാണ്. ശരി, ഇനി അടുത്ത എസ്സേ നമുക്ക് അടുത്ത അതിൽ വായിക്കാം കേട്ടോ.